ഓം ശാന്തി. എൻ്റെ ദിവ്യ നയനങ്ങളിലൂടെ ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ആത്മാ ഒരു ചൈതന്യ പുഷ്പമാണ്. ശിവബാബ തോട്ടക്കാരനാണ്. ഞാൻ ബാബയുടെ പൂന്തോട്ടത്തിലെ ചൈതന്യ സുഗന്ധിയായ പുഷ്പമാണ്. ഓരോ പൂവിലും വ്യത്യസ്തമായ സുഗന്ധമാണ്. ഈ ആത്മീയ പൂന്തോട്ടം സംഗമത്തിൽ കേവലം ഒരു പ്രാവശ്യം മാത്രമാണ് ഉണ്ടാകുന്നത്. അത്രയോ മനോഹരമായ പൂന്തോട്ടവും സുഗന്ധിത സുന്ദര പുഷ്പങ്ങളും മറ്റൊരിക്കലും കാണില്ല. ബാബയുടെ ഈ ആത്മീയ പൂന്തോട്ടം വജ്രസമാനമാണ്. ഞാൻ ഈശ്വരന്റെ ചൈതന്യ തോട്ടത്തിലെ ചൈതന്യ ആത്മീയ പുഷ്പമാണ്. നിറം, രൂപം, സുഗന്ധം ഇതിലെല്ലാം സമ്പന്നമായ പുഷ്പമാണ്. ഞാൻ ജ്ഞാനസ്വരൂപമാണ്. എത്രത്തോളം ജ്ഞാനസ്വരൂപമാണോ അത്രയും എൻ്റെ നിറം ആകർഷിക്കുന്നു. ഇത്ര സുന്ദര രൂപവും ആത്മീയതയും നോക്കിയിരുന്നു പോകും. ജ്ഞാനത്തിന്റെ നിറം പിടിച്ച ആത്മീയ പുഷ്പം എത്ര സുന്ദരമാണ്. നിരന്തരം ബാബയുടെ ഓർമ്മയിൽ എൻ്റെ രൂപം മാറിയിരിക്കുന്നു. എന്നിൽ ആത്മീയത നിറഞ്ഞിരിക്കുന്നു. ഞാൻ ചൈതന്യ പുഷ്പം ദിവ്യ ഗുണമൂർത്തിയാകുന്നു. ഞാൻ ദിവ്യ ഗുണങ്ങളുടെ സുഗന്ധം പരത്തുന്നു. നിറവും രൂപവും ആത്മീയതയും ഗുണങ്ങളും നിറഞ്ഞ ഞാൻ സർവരെയും ആകർഷിക്കുന്നു. ഈ സുഗന്ധ പുഷ്പം സ്വതവേ സേവാസ്വരൂപമാകുന്നു. ഞാൻ എവിടെ പോയാലും ആത്മീയ വായുമണ്ഡലം ഉണ്ടാക്കുന്നു. ഞാൻ ജ്ഞാനസ്വരൂപമാണ്. യോഗി ജീവൻവാല ആയിത്തീരുന്നു. ഞാൻ ദിവ്യ ഗുണമൂർത്തിയാണ്. ഞാൻ അല്ലാഹുവിൻ്റെ തോട്ടത്തിലെ ചൈതന്യ പുഷ്പമാണ്. തോട്ടം ഒന്ന് മാത്രം, തോട്ടക്കാരനും ഒന്നാണ്. ഇപ്പോൾ ഈ മതത്തിലൂടെ ഒരു മതത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ സ്ഥാപന ചെയ്യണം. ഞാൻ ചൈതന്യ സുഗന്ധിത പുഷ്പമായി എല്ലാവർക്കും സുഖം നൽകുന്നു. എൻ്റെ വായിൽ നിന്നും സദാ രത്നങ്ങൾ പുറപ്പെടുന്നു. ഞാൻ ചെക്ക് ചെയ്യുകയാണ്. എൻ്റെ ഉള്ളിൽ അവഗുണങ്ങളാകുന്ന മുള്ളുകളൊന്നും ഇല്ലല്ലോ. ശിക്ഷ അനുഭവിക്കുന്ന തരത്തിലുള്ള വികർമ്മങ്ങളൊന്നും മനസാ വാചാ കർമ്മണ ഉണ്ടാകുന്നില്ലല്ലോ. പരിധിയില്ലാത്ത ബാബ ദേഹാഭിമാനികളായ മുള്ളുകളെ പൂക്കളാക്കി മാറ്റുന്നു. ഞാനിപ്പോൾ മുള്ളിൽ നിന്നും പുഷ്പമായി മാറിക്കൊണ്ടിരിക്കുന്നു. സത്യുഗം ഈശ്വരന്റെ പൂന്തോട്ടമാണ്. ശിവബാബ ദയാമനസ്കനാണ്. ബാബയ്ക്ക് എല്ലാവരുടെയും മംഗളം ചെയ്യണം.
ബാബ നിഷ്കാമിയാണ്, പിന്നെ പരോപകാരിയുമാണ്. ഞാൻ എപ്പോഴും പൂക്കളായി മാറിക്കൊണ്ടിരിക്കാനുള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ട് കമലപുഷ്പ സമാനം പവിത്രമായിരിക്കാനുള്ള പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്. ബാബ വന്ന് എന്നെ മുള്ളിൽ നിന്നും പൂവാക്കി മാറ്റുന്നു. ഞാൻ ബാബയെ ഓർമ്മിച്ച് മുള്ളിൽ നിന്നും പുഷ്പമായി മാറുന്നു. ശ്രീമതമനുസരിച്ച് മുന്നേറുന്നു. വളരെ മധുരമായി പെരുമാറണം. ശ്രീമതമനുസരിച്ച് പവിത്രമായി മാറി പവിത്ര ലോകത്തിന്റെ സ്വർഗത്തിന്റെ അധികാരിയാകാൻ ആഗ്രഹിക്കുന്നു. മായയുടെ ഗ്രഹപ്പിഴയിൽ നിന്നും രക്ഷ നേടുന്നതിന് വായിലൂടെ സദാ ജ്ഞാനരത്നങ്ങൾ മാത്രം വരണം. സുഗന്ധമുള്ള പുഷ്പങ്ങളാകാൻ സദാ അവഗുണങ്ങളെ ഒഴിവാക്കുന്നു. വളരെ വിനയമുള്ളതാകണം. കാമമാകുന്ന ശത്രുവിന് മേലെ വിജയം നേടുന്നു. യുക്തിയോടെ സ്വയത്തെ സംരക്ഷിക്കുന്നു. അവഗുണങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ശക്തികളെ അത്ഭുതത്തിനു പകരം കർത്തവ്യമെന്ന് മനസ്സിലാക്കി പ്രയോഗിക്കുന്ന പൂജ അഥവാ മഹിമായോഗ്യരായി ഭവിക്കുന്നു. എന്നിൽ ശ്രീമതത്തിലൂടെ ശക്തികളുണ്ടാകുന്നു. സങ്കല്പത്തിലൂടെ കർത്തവ്യം സിദ്ധമാകുന്നു. ശ്രീമതത്തിൽ മന്മഥം കലരരുത്. അപ്പോൾ മഹിമ പൂജായോഗ്യരാകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഇളക്കത്തിൽ നിരാശരാകുന്നതിനു പകരം വലിയ ഹൃദയമുള്ളവരാകൂ. ഓം ശാന്തി.